ഒരുപാട് സിനിമകൾ നിർമ്മാണം പൂർത്തിയായി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടും ഇനിയും അധികം വൈകാതെ മമ്മൂക്കയുടെയും മഞ്ജുവിൻ്റെയും പ്രേക്ഷകർ ഒരുപാട് കാലമായി വെയിറ്റ് ചെയ്യാണ് ഈ ചിത്രത്തിന് വേണ്ടി. ആയതുകൊണ്ട് മറ്റന്നാൾ 11 വ്യാഴാഴ്ച ഈ ചിത്രം റിലീസിന് തയ്യാറാക്കുകയാണ്. ഈ ചിത്രത്തിന്റെ പ്രൊമോഷനുമായിട്ടുള്ള ഒരു പ്രസ് മീറ്റാണ് ഇപ്പോൾ നടക്കുന്നതെന്നറിയാം. തെരഞ്ഞെടുപ്പ് കാലമാണ്, രാഷ്ട്രീയം ശക്തമായി നടക്കുന്ന സമയമാണ്. ഈ വേദിയിലിരിക്കുന്ന ഓരോരുത്തരും രാഷ്ട്രീയം തിരിച്ചറിയാം. അതല്ല നമ്മളുടെ ഇപ്പോഴത്തെ വിഷയം. സിനിമയെ തിരിച്ചു കൊണ്ടുവരിക. നിങ്ങളെല്ലാം സിനിമയുടെ പ്രേക്ഷകരാണ്, ഓരോ നടന്മാരെ ആരാധിക്കുന്നവരാണ്, എന്നും സിനിമയെ സഹായിച്ചിരിക്കുന്നത് നിങ്ങളുടെ പ്രേക്ഷകരാണ്. അതുകൊണ്ട് മാക്സിമം ഈ പ്രീസ്റ്റ് എന്ന് പറയുന്ന സിനിമ, അത് മാത്രമല്ല മറ്റെല്ലാ സിനിമകളെയും നിങ്ങൾ പ്രൊമോട്ട് ചെയ്യണം എന്നാണ് നമ്മുടെ ആഗ്രഹം. ഈ സമയം അതിനുവേണ്ടി വേണം വിനിയോഗിക്കാൻ. ഇന്ന് ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ പുതുമുഖ സംവിധായകരെ അവതരിപ്പിച്ച നടൻ എന്ന് അഭിമാനത്തോടെ ഞങ്ങൾ പറയുന്നത് മമ്മൂക്കയാണ്. ഈ ചിത്രത്തിലൂടെ ജോഫിൻ ടി ചാക്കോ എന്ന പുതുമുഖ സംവിധായകനെ മമ്മൂക്ക അവതരിപ്പിക്കുകയാണ്. ഒപ്പം ഇത്രയും കാലമായി മമ്മൂക്കയോടൊപ്പം മഞ്ജു വാര്യരുടെ ചിത്രത്തിൽ പോലും അഭിനയിച്ചിട്ടില്ല. ആ ഭാഗ്യവും ആ ഒരു വലിയ സുദിനവും മറ്റന്നാൾ കാണും. അവർ രണ്ടും ഒരുമിച്ച് അഭിനയിക്കുന്ന ചിത്രം കൂടിയാണ് പ്രീസ്റ്റ്. ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ രാഹുൽ രാജും ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങളെല്ലാം സഹകരിക്കുക. ഈ ചിത്രത്തിന് വേണ്ട എല്ലാ വിജയങ്ങളിലും നിങ്ങളുടെ സഹകരണം കൂടി ഉണ്ടാവണം എന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ 2020 ജനുവരി 1-ാം തീയതി ഷൂട്ടിംഗ് തുടങ്ങിയ സിനിമയാണ്. കൃത്യം ഒരു വർഷം, അത് കഴിഞ്ഞ മാർച്ച് 10-ാം തീയതിയാണ് ഞങ്ങളുടെ ആദ്യത്തെ ഷെഡ്യൂൾ തീർന്നത്. അത് കോവിഡ് കാരണം അന്ന് കോവിഡ് ആദ്യം ഇവിടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത് നിർത്തിയതാണ്. അതിനുശേഷം പിന്നീട് 8 മാസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾക്ക് രണ്ടാമത്തെ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റിയത്. ഇപ്പോൾ അത് കഴിഞ്ഞ് എന്താവും സിനിമയുടെ അവസ്ഥ എന്ന് പോലും അറിയാത്ത വലിയ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഇപ്പോൾ സിനിമ തിയേറ്ററിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ അത് തന്നെ എനിക്ക് വലിയ സന്തോഷമാണ്. കാരണം ഇപ്പോൾ ഈ OTT പ്ലാറ്റ്ഫോമുകളൊക്കെ വരുന്ന സമയത്ത് എന്താവും സിനിമയുടെ അവസ്ഥ, എങ്ങനെയാണ് സിനിമ റിലീസാവുന്നത് എന്നൊക്കെയുള്ള വലിയ ആശങ്കകളുണ്ടായിരുന്നു. ഇതൊരു തിയേറ്റർ സിനിമയായിട്ട് തിയേറ്ററിൽ കാണണം, തിയേറ്റർ സിനിമയായിട്ട് ഒരുക്കാൻ ശ്രമിച്ചിട്ടുള്ള സിനിമയാണ്. അത് തിയേറ്ററിൽ വരണം എന്നുള്ള വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അതിപ്പോൾ മറ്റന്നാൾ സംഭവിക്കാൻ പോകുക എന്ന് പറയുമ്പോൾ വലിയ സന്തോഷമുണ്ട്. ആദ്യമായിട്ട് ഞാൻ നന്ദി പറയുന്ന ആൻഡ്രൂ ചേട്ടനോടാണ്. കാരണം ഞാൻ ഈ കഥ ആദ്യമായിട്ട് പറയുന്ന ആൻഡ്രൂ ചേട്ടനോടാണ്. അപ്പോൾ ഈ ഒരു സിനിമ അത് മറ്റന്നാൾ വരികയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്നാണ് ആദ്യം പറയാനുള്ളത്. നമസ്കാരം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്, വർഷങ്ങളെന്നല്ല, ഞാൻ അഭിനയിച്ച് തുടങ്ങിയപ്പോൾ മുതൽ ഓരോ അഭിമുഖത്തിലും എല്ലാവരും, മാധ്യമപ്രവർത്തകരടക്കം എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് മമ്മൂക്കയോടൊപ്പം എന്നാണ് അഭിനയിക്കുക എന്നുള്ളത്. അപ്പം ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു ഉത്തരം, ഞാനും അതിനായിട്ട് കാത്തിരിക്കുകയാണ്, ആ ഭാഗ്യത്തിനായിട്ട് കാത്തിരിക്കുകയാണെന്നാണ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പല സിനിമകളിലും അവസരങ്ങൾ പല രീതിയിലും ചർച്ചകളൊക്കെ വന്നെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് അതൊക്കെ മാറിപ്പോയിരുന്നു. അതിന്റെ സങ്കടം എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ കഴിഞ്ഞ 2019 ഉണ്ണിയേട്ടനാണ് ഈ ഒരു സിനിമയെ കുറിച്ച് എന്നോട് പറയുന്നത്. അപ്പൊ മമ്മൂക്കയാണ് അഭിനയിക്കുന്നത് എന്ന് കേട്ടപ്പോൾ തന്നെ ഞാൻ വേറെ ഒന്നും ആലോചിച്ചില്ല, ഞാനുണ്ട് എന്ന് പറഞ്ഞു. പിന്നീടാണ് അതിന്റെ കഥയും ജോഫിൻ എന്ന സംവിധായകനെ കുറിച്ചും ഒക്കെ കേട്ടു. ആൻഡ്രൂ ചേട്ടൻ അതിലുണ്ട് എന്നൊക്കെ അറിഞ്ഞു. അപ്പൊ അതെല്ലാം കൂടി നല്ലൊരു കഥയും വളരെ പ്രതീക്ഷയുള്ളൊരു സിനിമയും കൂടിയാണ് എന്നുള്ളത്, ആ ഒരു ഭാഗ്യത്തിന്റെ സന്തോഷം എന്നെ സംബന്ധിച്ച് ഇരട്ടിയാക്കി. അപ്പോൾ ഈ സിനിമ കാണാൻ പോവുകയാണ് നിങ്ങളെല്ലാവരും. എനിക്ക് ഏറെ സന്തോഷവും വിശ്വാസവും പ്രതീക്ഷയും ഉണ്ട് ഈ സിനിമയെ കുറിച്ച്. താങ്ക് യു. നമസ്കാരം. ഇത് പറഞ്ഞ പോലെ ഈ കോവിഡ് കാലത്തിന് ശേഷം തിയേറ്ററിലേക്ക് വരുന്ന ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമ തന്നെയായിരിക്കും. ഇപ്പോൾ മ്യൂസിക് ഡയറക്ടർ എന്നുള്ള രീതിയിൽ ടെക്നിക്കൽ സൈഡിൽ പറയുകയാണെങ്കിൽ ഒത്തിരി നമുക്ക് ശരിക്കും സമയം കിട്ടുകയും വളരെയധികം റിസർച്ച് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയാണ്. ഈവൻ മ്യൂസിക് കമ്പോസറും സൗണ്ട് ഡിസൈനറും തമ്മിലൊക്കെ വളരെ നല്ല ഇന്ററാക്ഷനും ഒരു മൊത്തത്തിലൊരു തിയേറ്റർ അനുഭവമായിട്ടുള്ള ഒരു സിനിമ ഒരിക്കലും ഒരു ഒ ടി ടി ഒരു രീതിയിലും കുറഞ്ഞു പറയുകയല്ല. ബട്ട്
തിയേറ്റർ അനുഭവമായി തന്നെ കാണേണ്ട ഒരു സിനിമയാണ്. അത് കുറച്ച് ദിവസം വരെ അതിനൊരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. അപ്പൊ എന്താണെങ്കിലും ആ അനിശ്ചിതത്വം മാറി, ആ കാർമേഘങ്ങൾ മാറി നല്ല ആകാശത്തിലേക്ക് നമ്മൾ വരികയാണ്. എന്താണെങ്കിലും വളരെ സന്തോഷം. ഇങ്ങനൊരു വേദിയിൽ മമ്മൂക്കയോടൊപ്പം ഇരിക്കാൻ പറ്റിയത് തന്നെ ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതുകയാണ്. താങ്ക് യു സോ മച്ച്. സിനിമ ശരിക്കും കുറെ കാലമായിട്ട് കെട്ടിക്കൂടത്തിൻ്റെ ആയിരുന്നില്ല. സിനിമ പല രീതികളില്ല. ഒരുപക്ഷെ ഈ കോവിഡ് മഹാമാരി ഏറ്റവും കൂടുതൽ ബാധിച്ചത് സിനിമ മേഖലയാണ്. ജനങ്ങളുടെ ജീവനും ജീവിതവും കഴിഞ്ഞതിനപ്പുറത്തേക്കേ ഉള്ളൂ മറ്റു വിനോദോപാധികളില്ല. സിനിമയ്ക്ക് ഒരു 4, 5, 6, 7 തരത്തിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കും. ഏതായാലും മറ്റു കാര്യങ്ങളൊക്കെ ഒരുവിധം ഒതുങ്ങുകയും നമ്മുടെ രോഗവ്യാപനം കുറഞ്ഞു വരുന്ന ഈ കാലത്ത് വീണ്ടും സിനിമാ തിയേറ്ററിലേക്ക് ജനങ്ങളെ ആകർഷിക്കാവുന്ന ഒരു സമയം നമുക്ക് വന്ന് ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ഇത്രയും കാലം കാത്തിരുന്നത്. ഇവരൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു തിയേറ്റർ അനുഭവം തന്നെയായിരിക്കണം ഈ സിനിമയ്ക്കെന്ന് എല്ലാ സംവിധായകരുടെയും പോലെ തന്നെ ജോബിനും ഒരു പുതിയ സംവിധായകമെല്ലാം ആഗ്രഹമുണ്ടായിരുന്നു. സിനിമ തന്നെ മറ്റു പ്ലാറ്റ്ഫോമിൽ പോകേണ്ട, തിയേറ്ററിൽ തന്നെ വരട്ടെ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നതെല്ലാം ഇതിനെ വളരെ സുഖകരമായി സംഭവിക്കുന്നു. ഇത് നമ്മുടെ സിനിമയുടെ ഈ കാര്യങ്ങൾ ആമുഖങ്ങളാണ് നമ്മളിവിടെ വന്ന് ചേർന്നിരിക്കുന്നത്. സിനിമയെ പറ്റി പറയാനാണെങ്കിൽ ഞാൻ കുറച്ചുകൂടെ സമയം കാത്തിരിക്കാൻ തയ്യാറാണ്. സംവിധായകൻ ഇവിടെ ഉണ്ട്, ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടവർ കൂടുതൽ സംസാരിക്കാൻ സാധ്യതയുള്ള നിർമ്മാതാവ് വന്ന് ചേരാനുണ്ട്. അങ്ങനെ പിന്നെ നിങ്ങളെ പ്രത്യേകമായി ചോദിക്കാനുള്ള കാര്യങ്ങളുണ്ടാവും. ഏതായാലും ഒരുപാട് നാളെ ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെയൊക്കെ ഷൂട്ടിംഗ് കോവിഡ് വരുന്നതിന് മുമ്പേ തീർന്നിരുന്ന, അതുകൊണ്ട് എൻ്റെ ഷൂട്ടിങ്ങിനെ ബാധിച്ചിട്ടില്ലായിരുന്നു. മഞ്ജുവിന് മാത്രം ഒരു കുറച്ച് പോർഷൻ ബാക്കിയില്ല. പിന്നെ ബാക്കി കാര്യങ്ങൾ വഴിയെ പറയാം. എന്താണെന്ന് വെച്ചാൽ സംവിധായകരുടെ സിനിമയെ പറ്റി ചോദിക്കാനുണ്ടെങ്കിൽ ഓ ഇതിനെ പറ്റിയല്ലേ ഞാനിപ്പോൾ പറഞ്ഞു. താങ്കളെ പറ്റിയാ പറഞ്ഞു. നമുക്കൊക്കെ ഈ കോവിഡ് സമയത്ത് ഈ തടിയും മുടിയൊക്കെയാണ് വളർന്നിരിക്കുന്നത്. ഇത് തന്നെയാണ് ഈ സിനിമയിലേക്കുള്ള ലുക്കും ആയിട്ട് നമുക്ക് കാണുന്നത്. അത് ഈ കോവിഡ് സമയത്ത് ഈ താടി വളർത്തിയത് ഈ സിനിമയ്ക്ക് പ്രത്യേക ഗുണം ചെയ്തിരുന്നു. തമാശ എന്ന് പറഞ്ഞാൽ ഈ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം സിനിമയ്ക്ക് വേറെ താടിയുണ്ട്. ഈ താടി ഈ സിനിമയിൽ കാണില്ല. ഇപ്പൊ താടി കുറച്ചല്ലേ കാണാം. ഇത് ആ താടിയുടെ തുടർച്ചയെന്ന് വിചാരിച്ചാൽ പിന്നെ താടി പഠിക്കേണ്ടി വന്നിട്ടില്ല. ഏകദേശം ഇപ്പോഴും എനിക്കൊരു ജനുവരി 21-ാം തീയതി കഴിഞ്ഞാണല്ലേ എൻ്റെ ഷൂട്ട്. മാർച്ച് 3-ന് ശേഷം പിന്നെ ഞാൻ താടിയെ തൊട്ടിട്ടില്ല. ഇനിയിപ്പോൾ അങ്ങനെ വളർന്നിട്ട് ഇത്രയും വളരുള്ളൂ എന്ന് എനിക്ക് തോന്നിയിരിക്കുന്നു. അപ്പൊ അത് വേറെ ഒരു സിനിമയ്ക്ക് പ്രയോജനമാകും എന്നാണ് ഇപ്പൊ കണ്ടുവരുന്നത്. കാരണം ഇപ്പൊ എന്നെ ചിന്തിക്കുന്ന സിനിമയിൽ താടിയുണ്ട്. ഒരു താടിക്കഥ കുറെ നായികമാരോടൊപ്പം അഭിനയിച്ചിട്ടുണ്ട്. മഞ്ജുവായിട്ട് ആദ്യമായിട്ടുള്ള അഭിനയമാണ്. എങ്ങനെയുണ്ടായിരുന്നു മഞ്ജുവായിട്ടുള്ള ഒരു അഭിനയം? ഈ കഥയിലെ സിനിമയില് മഞ്ജു ആണ് പ്രധാന കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നത്. മഞ്ജു സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കൂടുതൽ ഓർമ്മ കിട്ടുന്ന മഞ്ജുവിനായിരിക്കും. ഞാൻ സിനിമയിൽ ഒരുപാട് സ്ഥലത്തുണ്ട്. സിനിമയുടെ കഥയൊന്നും നിങ്ങൾക്ക് പറയാവുന്ന ഒരു തരത്തിലുള്ള കഥയല്ലേ. ഞങ്ങൾ പക്ഷെ ഒരു സീനിലേ ഉള്ളൂ. പക്ഷെ ഒരു വലിയൊരു സീനാണ്. ഒരു സീനിലേ ഉള്ളൂ അല്ലേ? അത് പറയുന്നില്ലേ? എനിക്ക് എന്റെ നിഷ്കളങ്ങളൊക്കെ മനസ്സിലായില്ല. അറിയാതെ കൊണ്ടുപോയതാണ്. സീൻ ഉടനീളമായിരിക്കും.
എന്നൊക്കെ എല്ലാം കൂടെ ഇനി പറയുന്നില്ല. കയ്യിൽ വീഴാനോ കുഴപ്പമില്ല, നമുക്ക് പിടിച്ചു കയറാം. അല്ല, അപ്പോഴത്തെ സിനിമ 3 സീനല്ലേ ഉള്ളൂ. അതെ, ഞാൻ നേരത്തെ പറഞ്ഞ അടിപൊളിയാണ്. നേരത്തെ കാര്യം സംസാരിക്കുന്നത് മമ്മൂക്കാടെ കൂടെ ഒത്തിരി ആഗ്രഹിച്ച് അഭിനയിച്ച ഒരു സിനിമ പറഞ്ഞ പോലെ ഒരു സീനുണ്ടെന്ന് മമ്മൂക്ക പറഞ്ഞു. മഞ്ജു എത്ര സീനുണ്ടെന്ന് പറയാൻ പറ്റും? ഇതൊന്നും പറയണ്ട, നീ ഒന്നും പറയണ്ട, നീ ഒന്നും പറയണ്ട, എല്ലാം പോയത് പോയി. ഹിന്ദി ചിത്രത്തിലേക്ക് അഭിനയിക്കുന്നു കേട്ട് ഏതാണ് ആ ചിത്രം എന്ന് പറയാൻ കഴിയും? ആണോ? ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വരുന്നതേ ഉള്ളൂ. അതിന്റെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. നല്ലത് സംഭവിക്കട്ടെ. താങ്ക് യു. ലാലേട്ടന്റെ കൂടെയും മമ്മൂക്കാടെ കൂടെ ഇപ്പൊ അഭിനയിച്ചു. ഈ ലാലേട്ടനും മമ്മൂക്കായിട്ടുള്ള വ്യത്യാസം എന്താണ് ഈ ലൊക്കേഷൻ ഫീൽ ചെയ്തത്? ദൈവമേ, വലിയ വ്യത്യാസം, 2 കണ്ണ് 2 മൂക്ക്. അതെ. അയ്യോ, അതൊക്കെ അങ്ങനൊരു ചോദ്യം പോലും ശരിക്കും അൺഫെയർ ആണ്. കാരണം മമ്മൂക്കയും ലാലേട്ടനും എന്താണോ അങ്ങനെ തന്നെ ആയി നിൽക്കുന്നതിന് പ്രത്യേക കാരണങ്ങളുണ്ട്. രണ്ടുപേർക്കും അവരവരുടേതായിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ഉണ്ട്. അത് എല്ലാവർക്കും അറിയാം. അതിപ്പോ ഞാൻ അതിനെക്കുറിച്ചൊന്നും അഭിപ്രായം പറയാൻ പോലും അർഹയല്ല. ആ 2 വലിയ നമ്മുടെ മലയാള സിനിമയുടെ തന്നെ 2 വലിയ തൂണുകളാണല്ലോ മമ്മൂക്കയും ലാലേട്ടനും. അപ്പൊ 2 പേരും മമ്മൂക്കയുടെ കൂടെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയിട്ടുള്ളൂ. ഇനിയും ഒരുപാട് സിനിമകൾ ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. ലാലേട്ടനോടൊപ്പം അഭിനയിക്കുന്നതും ഇനിയും അതിനുള്ള ഭാഗ്യവും എനിക്ക് ഇനിയും ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു. ഒരു ഭാഗത്ത് മാത്രമേ ചോദിക്കുള്ളൂ, ഒരാൾ മാത്രം അല്ല. ഒരാളുടെ ചോദിച്ചു. ഈ സ്റ്റാർ വാല്യൂ എന്നുള്ള അതിനപ്പുറത്തേക്ക് സ്റ്റാർ വാല്യൂ പോലും ചിലപ്പോൾ സിനിമയെ രക്ഷിക്കില്ല എന്നുള്ള ഒരു കാലഘട്ടം നമ്മൾ തിരിച്ചറിഞ്ഞ കാലഘട്ടമാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ കോവിഡ് കാലഘട്ടം അവിടെ നിർമ്മാതാക്കൾക്ക് എന്ന് പറയുന്നതാണ് കുറച്ച് ഒറ്റ പ്ലാറ്റ്ഫോം ഒന്നും. അപ്പോൾ എത്രത്തോളം സേഫാണ് നിങ്ങൾ പ്രൊഡ്യൂസേഴ്സ് എന്നുള്ള കാര്യം? ഹാൻഡോടെ പറയേണ്ടത് അല്ലേ? അവസരം തന്നിരിക്കുന്നു. അല്ല, ഈ നിർമ്മാതാക്കളുടെ സുരക്ഷിതത്വം എന്ന് പറയുന്നത് ഈ വ്യവസായം ഉണ്ടായ കാലം മുതൽ അത് എന്താ പറയണ്ടത്, അതൊരു ഞാനും മേൽക്കളി തന്നെയാണ്. തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാം. പക്ഷെ തീർച്ചയായിട്ടും നമുക്ക് ബാങ്കബിൾ ആയിട്ടുള്ള ഒരു സ്റ്റാർ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്റ്റാർ കോമ്പിനേഷൻ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും കുറച്ചും കൂടി നമ്മൾ ഒരു സേഫ് വിക്കറ്റിലാണ് പോകുന്നത്. പക്ഷെ ഈ സിനിമ ജോഫിന്റെ ആദ്യത്തെ സിനിമ, ഒരു അയാള് കുറെ നാളായിട്ട് മനസ്സിൽ കൊണ്ടുവരുന്ന ഒരു സിനിമ. അതിന്റെ തിരക്കഥ മമ്മൂക്കയും മഞ്ജുവും കേട്ടപ്പോൾ അവർക്ക് 2 പേർക്കും ഞങ്ങൾക്കുണ്ടായതുപോലെ തന്നെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായപ്പോൾ അയാൾക്ക് അയാളുടെ ആദ്യ ചിത്രം ഏറ്റവും ഗംഭീരമായിട്ട് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഇതിന്റെ നിർമ്മാണത്തിൽ പങ്കാളികളായവർ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഞങ്ങൾ ഇതിന് പറഞ്ഞ റിസ്കിന്റെയോ അല്ല മറ്റു പരിഗണനകളോ ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷെ തീർച്ചയായിട്ടും മലയാളത്തിലെ വളരെ ബാങ്കബിൾ ആയിട്ടുള്ള ഏറ്റവും ബാങ്കബിൾ ആയിട്ടുള്ള പേരുകളിലൊന്നായ മമ്മൂക്ക നമ്മുടെ കൂടെ ഉള്ളപ്പോൾ തീർച്ചയായിട്ടും ഒരു പരിധി വരെ ഞങ്ങൾ അതിനകത്ത് സേഫാണ്. പക്ഷെ ബാക്കിയെല്ലാം പ്രേക്ഷകരുടെ കയ്യിലാണ്. ഇനി കോവിഡ് കഴിഞ്ഞിട്ട് തിയേറ്ററുകൾ ഇപ്പൊ രാത്രി 12 വരെ പ്രദർശനം അനുവദിച്ച ശേഷം വരുന്ന ആദ്യത്തെ ചിത്രമാണ്. അപ്പോൾ ഞങ്ങളും ഇൻഡസ്ട്രിക്കും ഒക്കെ ഇത് വളരെ നിർണായകമാണ്. എങ്ങനെയാണ് നമ്മുടെ ആളുകൾ തിയേറ്ററിലേക്ക് വരുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. നമുക്ക് ഈ കോവിഡ് കഴിഞ്ഞിട്ട് തിയേറ്ററുകൾ 1 വർഷത്തിന് ശേഷമാണ് വീണ്ടും തുറന്നപ്പോൾ നമ്മൾ തുറന്നതൊരു തമിഴ് സിനിമ കൊണ്ടായിരുന്നു. മലയാളത്തിൽ ഇത്രയും നല്ല സിനിമകൾ വരുന്നു, ഇത്രയും സൂപ്പർ സ്റ്റാറുകളുണ്ട്, എന്നിട്ട് പോലും നമുക്കൊരു നല്ല മലയാള സിനിമ വെച്ച് നല്ല രീതിയിൽ തുടങ്ങാൻ സാധിച്ചില്ല. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ധൈര്യം നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ ഉണ്ടാകാത്ത എന്തുകൊണ്ടാണ് നമ്മൾ തമിഴ് സിനിമകൾ വെച്ച് തുടങ്ങുന്നത്? നമുക്ക് പ്രദർശന നിയന്ത്രണങ്ങളില്ലാതെ വന്നപ്പോൾ അത് മറ്റേ കൺട്രോളിലായിരുന്നു. അപ്പൊ നമുക്ക് പൂർണ്ണമായിട്ടും തുറന്നു കിട്ടിയപ്പോൾ നമ്മൾ വരുന്നു. അല്ല, അതിനകത്ത് വേറൊരു കാര്യം കൂടി പറയാനുണ്ട് നമുക്ക്. അതിനകത്ത് ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾ സൂചിപ്പിച്ച തമിഴ് ചിത്രം അവരെ സംബന്ധിച്ചോളം അവരുടെ മാർക്കറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ, എന്താണെന്നുള്ളത്. തന്നെയല്ല, അത് 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ OTT-യിൽ വന്ന ഒരു സിനിമയാണ്. അപ്പൊ അത്തരത്തിലുള്ള പല ഫാക്ടേഴ്സ് കണക്കിലെടുത്തിട്ടാണ് അവർ ആ സമയത്ത് അത് പുറത്തേക്ക് കൊണ്ടുവന്നത്. നമ്മളിപ്പോൾ ഇത്രയും കാലം ഇത് വെയിറ്റ് ചെയ്തത് ആളുകൾ ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ വന്ന് നമ്മുടെ സിനിമ കാണണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ മറ്റ് ഓൾട്ടർനേറ്റ് അതിലേക്ക് പോകാതെ തിയേറ്ററിൽ തുറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തത്. അപ്പോൾ ആ കമ്മിറ്റ്മെന്റ് ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ഒരു
സംവിധായകൻ എന്ന നിലയിൽ ഈ കഥയുമായി മമ്മൂക്കായുടെ അടുത്ത് ചെല്ലുമ്പോൾ മമ്മൂക്കായുടെ ഇതിൽ നിന്ന് ആദ്യം ഉണ്ടാകുന്ന പ്രതികരണം എന്തായിരുന്നു? ഞാനൊരു 3 മണിക്കൂർ എടുത്തിട്ടാണ് മമ്മൂക്കയുടെ കഥ പറഞ്ഞത്. സീൻ ഓർഡർ വൈസ് പറയായിരുന്നു. മുഴുവൻ കഥ കേട്ടിട്ട് ആദ്യം പറഞ്ഞത് കൊള്ളാം എന്നാണ്. പ്രൊഡ്യൂസേഴ്സിനോടാണ് നിരന്തരമായിട്ട് നമ്മൾ ഓരോ പടങ്ങളൊക്കെ കഴിയുമ്പോൾ 2 ദിവസത്തിനുള്ളിൽ ഇത് ഇന്റർനെറ്റുകളിൽ വ്യാപകമാകുന്നുണ്ട്. അതായത് ഇപ്പോൾ മൊബൈൽ ഫോണുകളിൽ അടക്കം കിട്ടുന്നുണ്ട്. എന്താണ് തുടർച്ചയായി പരാതികൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ സൈബർ സെല്ലടക്കം വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് പറയുന്നതല്ലാതെ കൃത്യമായ ഒരു നടപടി സ്വീകരിക്കുന്നില്ല. എന്താണ് അതങ്ങനെ സംഭവിക്കുന്നത്? നിങ്ങൾ അന്വേഷിച്ചെടുക്കുന്നു? ഞങ്ങളുടെ മെയിൻ തൊഴിൽ സിനിമ കഴിഞ്ഞാൽ അതിന്റെ എപ്പോ വരുന്ന ആശങ്കയിലും പേടിയിലിരിക്കുന്നു. ഇപ്പൊ മലയാള സിനിമ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ ഭാഷയിലും ഇത് ഭയങ്കര കുഴപ്പത്തിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ തമിഴ് പടങ്ങൾക്ക് തമിഴ് ബ്രോക്കേഴ്സ് എന്ന് പറഞ്ഞാൽ സെറ്റിലാണ് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. നിരന്തരമായി ഞങ്ങൾ ഇതിന്റെ പുറകെ ഒക്കെ നടക്കാറുണ്ട്. ഇടയ്ക്ക് ഗവൺമെന്റ് ഉണ്ടാക്കിപ്പെടുത്തുന്നവർ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതിനൊരു പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്താൽ പോലും 1 മാസം കൊണ്ട് ജാമ്യത്തിലൊക്കെ പോകുന്ന ഒരവസ്ഥയാണ്. അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ ഇപ്പം പോരാടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ അവസ്ഥ അത്ര ദയനീയമാണ്. ശരി, ജോലി കറക്റ്റാണ്. ഞങ്ങൾ നിരന്തരമായി വേണ്ടി പോരാടിക്കൊണ്ടിരിക്കും. റിലീസിന് ശേഷം ആദ്യമായിട്ട് തിയേറ്ററുകൾ തുറന്നപ്പോൾ വന്ന മലയാള സിനിമ വെള്ളം എന്ന ചിത്രമായിരുന്നു. ആ വെള്ളം എന്ന ചിത്രം വന്ന ശേഷം താങ്കൾ പറഞ്ഞതുപോലെ ഇവിടുത്തെ എറണാകുളം നഗരത്തിലെ ഒരു വ്യാപാര സ്ഥാപനത്തിൽ വരെ അത് പ്രദർശിപ്പിച്ചതായിട്ട് ഒരു നിർമ്മാതാവ് പോലീസ് പരാതി നൽകിയിട്ടുണ്ട്. അപ്പോൾ അത്തരം രീതിയിൽ സിനിമ ചോരുമ്പോൾ ഓരോരുത്തരും ഇപ്പോൾ നിർമ്മിക്കുന്ന സിനിമയുടെ നിർമ്മാതാവ് മാത്രം പോരാടുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. കൂട്ടായ മലയാള സിനിമയുടെ ഇൻഡസ്ട്രി ഒരുപാട് സംഘടനകളുണ്ട്. കൂട്ടായ രീതിയിൽ ഇത്തരം ചെറുത്തുനിൽപ്പിന് ശ്രമങ്ങളുണ്ടായിട്ടുണ്ട്. ഒരുപാട് പ്രാവശ്യം നമ്മൾ അങ്ങനെ ചെറുത്തുനിന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, വെള്ളം ഒരു ഉദാഹരണം മാത്രമല്ല, പ്രേമം എന്ന് പറഞ്ഞ സിനിമ ഓർമ്മ ഉണ്ടാവും. ഏറ്റവും വലിയ ഹിറ്റായിരുന്ന സിനിമ. അത് 2 ദിവസം കഴിഞ്ഞപ്പോൾ സംഭവിച്ചു. അതിനുവേണ്ടി ഞങ്ങൾ നിരന്തരമായി പോരാടി അതിന്റെ സംവിധാനം ഉൾപ്പെടെ എല്ലാവരും പോലീസ് ചോദ്യം ചെയ്തു. എവിടുന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഓരോ ഇപ്രാവശ്യം വെള്ളം വന്നപ്പോഴും നിങ്ങൾ നിർമ്മാതാവ് പരാതി കൊടുത്ത് മാത്രം അറിഞ്ഞിട്ടുള്ളൂ. ഞങ്ങളെല്ലാം ഫുൾ ഇൻഡസ്ട്രി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എല്ലാവരും അതിന് പിന്നാലെ പോയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇപ്പോഴും ശ്രമിച്ചു. കാരണം ഇപ്പൊ ഞങ്ങൾക്കൊക്കെ ഭയമുണ്ട്, ഈ സിനിമ എപ്പോഴാണ് സംഭവിക്കുന്നുള്ള ഭയത്തിനാണ്. കോവിഡിന്റെ ഇളവുകളെ അവസാനമാണ് സിനിമാ മേഖലയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ പോലും പകുതി സീറ്റുകൾ മാത്രമേ പ്രവേശനമുള്ളൂ. സിനിമാ മേഖലയുടെ ഒരു അവഗണന നേരിടുന്നുണ്ടോ? അവഗണന നേരിടുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്കുള്ള വിഷമമാണ് അത് ശരി. കാരണം ഞങ്ങൾ ഈ കോവിഡ് വ്യാപനം കുറഞ്ഞ സമയത്ത് പല ഷോപ്പുകൾ ഓപ്പൺ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ വ്യാപാര സ്ഥാപനങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോഴും ഞങ്ങൾ സിനിമ തിയേറ്റർ ഓപ്പൺ ചെയ്യുന്നതിനെ കുറിച്ച് നിരന്തരമായി സർക്കാരുമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ആരോഗ്യ മേഖലയിലുള്ളവർ ഇത് വ്യാപനം കൂടുതലായി സംഭവിക്കുന്ന സാധ്യതകൾ തിയേറ്ററിനുള്ളിൽ എന്ന് ചില രീതിയിലുള്ള റിപ്പോർട്ടുകൾ കൊടുത്തതിന്റെ പുറത്താണ് ശരിക്കും ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നത്. അതിനുശേഷം വ്യാപനം കുറച്ച് കുറഞ്ഞപ്പോൾ ഞങ്ങൾ ഗവൺമെന്റ് എടുക്കുന്ന കൃത്യമായ സിറ്റുവേഷൻ, ഇപ്പോൾ ഒരു 10-11 മണി വരെ ഇവിടെ ഹോട്ടലുകൾ തുറക്കുന്നുണ്ട്, ബാറുകൾ തുറക്കുന്നുണ്ട്, ടൗണിൽ എല്ലാ ആളുകളുണ്ട്. അപ്പോൾ ഈ സമയത്ത് അത് തിയേറ്റർ ഓപ്പൺ ചെയ്ത് തരണമെന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് 50% ഓക്കുപ്പൻസിൽ രാവിലെ 9 മണി വരെ 9 മണി വരെ അനുവദിച്ചു വന്നത്. ഈ 9 മണി വരെ അനുവദിക്കുമ്പോഴും തിയേറ്ററിൽ പടത്തിന് കളക്ഷൻ വരുന്നില്ല. കാരണം 1 വർഷത്തിന് ശേഷം കേരളത്തിലെ പ്രേക്ഷകർ അവരൊക്കെ ഉപജീവനത്തിന്റെ പുറകെയാണ്. കാരണം ഇവിടുത്തെ ഓരോ ഡെയിലി വേജസ് തൊഴിലാളികളൊക്കെ തന്നെ എല്ലാവരും കടകളിൽ ജോലി ചെയ്തവരും അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തവരും ഡ്രൈവേഴ്സും ഒക്കെയാണ്. അവർക്കൊക്കെ 6 മണിക്ക് ലാസ്റ്റ് ഷോയ്ക്ക് ഒന്ന് പറഞ്ഞാൽ പറ്റാതെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മൾ കളക്ഷൻ എടുത്തപ്പോൾ തന്നെ സെക്കൻഡ് ഷോ ഇല്ലാണ്ട് കളക്ഷൻ വർദ്ധിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഗവൺമെന്റ് എടുത്ത് വീണ്ടും ഫോഴ്സ് സെക്കൻഡ് ഷോ വന്നാൽ മാത്രമേ വലിയ സിനിമ വരാൻ സാധിക്കൂ എന്ന് ഗവൺമെന്റ് എടുത്ത് പോയത്. ആ സമയത്താണ് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നത്. പിന്നെ ഗവൺമെന്റ് ഇത് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചകൾ വീണ്ടും ചീഫ് സെക്രട്ടറി പോയിട്ടുണ്ട്. വളരെ റേറ്റും വളരെ കുറഞ്ഞിട്ടുണ്ട്. 2000 ആയി. ഈ സാഹചര്യത്തിൽ തിയേറ്ററിനെ സംബന്ധിച്ചുള്ള 50% ഏറ്റവും സേഫ് ആയിട്ടായിരിക്കും. തിയേറ്ററിനകത്തിരിക്കുന്ന ഒരു സീറ്റ് ഗ്യാപ്പിട്ടിരുന്നാൽ പോലും മാസ്ക് ഇട്ട് സംസാരിക്കാൻ പോലും കഴിയുന്നത്. ഇപ്പോൾ മറ്റൊരു റെസ്റ്റോറൻറ്റിൽ പോയി നിങ്ങളിപ്പോൾ ഒരു ഫുഡ് ഓർഡർ 1.5 മണിക്കൂറിന് അവിടെ മാസ്ക് ഒന്നും പറ്റുന്നില്ല. അപ്പൊ ഈ സാഹചര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയപ്പോഴാണ് ഇപ്പോൾ ഞങ്ങൾ സെക്കൻഡ് ഷോയിൽ അഡീഷണലായിട്ട് അനുവദിച്ചത്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വ്യാപനം കുറയുവാണെങ്കിൽ 100% ഓക്കുപൻസി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലിരിക്കുന്നു. ഈ 50% സീറ്റിംഗ് കപ്പാസിറ്റിയിൽ ഒരു സിനിമ ലാഭകരമായി കൊണ്ടുപോകാൻ പറ്റും? അത് ലാഭകരമായി കൊണ്ടുവച്ച സിനിമ 2-3 ഒരു വലിയ സീസണിൽ ഒരു സമയത്ത് ഒരു 2-3 വലിയ സിനിമകൾ ഇറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പൊ എങ്ങനെ നിൽക്കുന്നതുകൊണ്ട് പലരും റിലീസ് വൈകിക്കുന്നുണ്ട്, കുറച്ചുകൂടെ കണ്ടാക്ഷൻ വരാനുണ്ട്. ഈ സാഹചര്യത്തിൽ നമ്മൾ സിനിമ ചെയ്യുമ്പോൾ
ഒരു തിയേറ്ററിൽ നമ്മൾ 50% ഉണ്ടെങ്കിൽ 2 തിയേറ്ററിലായിട്ട് കൊടുക്കുക, അത് പരിഹാരം കാണും. ഇപ്പൊ 2 തിയേറ്റർ ഒരേ സമയം റിലീസ് ചെയ്യുമ്പോൾ 50-100% വരും. ആ രീതിയിലാണ് താല്പര്യം. ദൃശ്യം പോലെ OTT പ്ലാറ്റ്ഫോമിൽ നിലവിൽ കൊടുത്തു. പിന്നീട് ഇത് തിയേറ്ററിലേക്ക് കൊണ്ടുവരുന്ന നടപടിയുമായിട്ട് ഇതിന്റെ അണിയറ പ്രവർത്തനം മുന്നോട്ട് പോകുന്നുണ്ട്. അത്തരം സിനിമകൾ വീണ്ടും തിയേറ്ററിൽ ഓടിക്കാനുള്ള നടപടിക്രമമായിട്ട് മുന്നോട്ട് പോയാൽ നിങ്ങളൊക്കെ അത് എതിർക്കും? ഞങ്ങൾ ഒന്നിനും ഇതുവരെ എതിർക്കുന്ന ആളുകളല്ല. ഇവിടെ സിനിമ നന്നായി കാണണമെന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. അത് വ്യവസായത്തിന്റെ ഭാഗമാണ്. തിയേറ്റർ ഉടമകൾ അവരുടേതായ കാര്യങ്ങളാണ് അവതരിപ്പിച്ചത്. പ്രൊഡ്യൂസേഴ്സോ അല്ല ടെക്നീഷ്യൻസോ അല്ല ആർട്ടിസ്റ്റുകളൊന്നും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. അത് ഓരോ വ്യവസായത്തിന്റെ മേഖലയിൽ അതാത് സാഹചര്യത്തിൽ സംഭവിക്കുന്ന അങ്ങനെ വരുന്നതിൽ എതിർപ്പില്ല. ഞങ്ങൾ ഒന്നിനെ എതിർത്തിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ച് സിനിമ ഇവിടെ ലൈവാണ്. അതിനുവേണ്ടി എന്ത് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങളിപ്പോ ഞങ്ങളിവിടെ ഇരിക്കുന്ന പോലെ അതിനാണ്. നിങ്ങളുടെ എല്ലാ സഹകരണം പ്രതീക്ഷിക്കുന്നതിനാണ്. തിയേറ്ററിലേക്ക് ജനങ്ങളെ എത്തിക്കണം. പ്ലാറ്റ്ഫോമിൽ കൊടുത്തു കഴിഞ്ഞാൽ തിയേറ്ററിൽ ആ പലതും സിനിമ ഓടുന്നില്ല എന്ന് ഫിലിം ചേംബർ ഉൾപ്പെടെയുള്ളവർ ബാധിക്കുകയും OTT പ്ലാറ്റ്ഫോമിൽ പോയിട്ട് വീണ്ടും ആ സിനിമ തിയേറ്ററിൽ വരുമ്പോൾ അത് ഇനിയുമുള്ള പുതിയ സിനിമകൾക്ക് അത് ഇങ്ങനെ കൊടുക്കാവുന്ന നടപടിയാവില്ലേ? വീണ്ടും ഞങ്ങള് ഇവിടെ തിയേറ്ററിലേക്ക് OTT പ്ലാറ്റ്ഫോമിൽ ഇനി സിനിമ കൊടുക്കരുതെന്നൊന്നും വാശിപ്പിച്ചിട്ടില്ല. കാരണം ഇവിടെ നിലവിലുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ഏകദേശം 80ഓളം സിനിമ ചിത്രീകരണം പൂർത്തിയായിട്ടുണ്ട്. ഈ 80 സിനിമകളും തിയേറ്ററുകളെല്ലാം പ്രദർശിപ്പിക്കാനും പറ്റത്തില്ല. പലരും വിഷു കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പം അവസരം കിട്ടുന്ന ആളുകളൊക്കെ OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്ത് നമ്മൾ അത് തടസ്സമില്ല. അങ്ങനെ വരുന്നതുകൊണ്ട് നമുക്ക് സന്തോഷമേ ഉള്ളൂ. ഇത് നിലനിൽപ്പാണ് ഇപ്പോഴത്തെ നിർമ്മാതാക്കളുടെ ആവശ്യം, തിയേറ്ററുകാരുടെയൊക്കെ ആവശ്യം. പിന്നെ അതിനെല്ലാം കൂടി സിനിമ സജീവമാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യം. അതുകൊണ്ടാണ് മമ്മൂക്കൊക്കെ ഇന്ന് ഷൂട്ടിംഗ് നടത്തി ഇവിടെ വന്നിരിക്കുന്ന മഞ്ജുവിനും കോട്ടയാക്കും എല്ലാവരും ഇതിന്റെ നിങ്ങളുടെ സഹകരണവും അതിനാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് മാർച്ച് 3-ന് ക്രിസ്റ്റിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വലിയ ഗ്യാപ്പായിരുന്നു, ലോക്ക്ഡൌൺ ആയിരുന്നു. നമുക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റിയിട്ടില്ല ആ സമയത്ത്. എങ്ങനെയായിരുന്നു ആ ഒരു കാലത്തെ കണ്ടത്? എങ്ങനെയായിരുന്നു അതൊക്കെ ഒരു ഉപകാരപ്രദമാക്കിയത്? വെറുതെ ഇരിക്കുന്നത് എങ്ങനെ ഉപകാരപ്രദമാകും? നമ്മള് സാധാരണ എല്ലാവരും ഒരു ഒഴിവ് ദിവസം പോലെ അല്ലാതെ വേറെ അത് ഒരു ദിവസം 2 ദിവസം 3 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഒഴിവ് ദിവസം അല്ലാണ്ടാവും. പിന്നെ വേറെ മാർഗമൊന്നുമില്ല. നമുക്കിതിനു മുമ്പ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ട് പുറത്തിറങ്ങാൻ പറ്റാതെ ആരെയും കാണാനും സംസാരിക്കാനും പറ്റാത്ത ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അത് നമ്മൾ അനുഭവിക്കുക, എക്സ്പീരിയൻസ് ചെയ്യുക, എല്ലാവരും വേറെ ഒന്നും ചെയ്യാം. അങ്ങനെ ബോറടിച്ച ഒരു ദിവസമാണ് ഈ കലൂർ ഒരു ചായക്കടയിൽ നിന്ന് സുലൈമാനി അടിക്കുന്ന ഒരു വീഡിയോ. അല്ല, ബോറടിച്ച ദിവസമല്ല. ഞാൻ എന്നെ തന്നെ പുറത്തേക്ക് റിലീസ് ചെയ്തതാണ്. 275 ദിവസത്തിന് ശേഷം ആണ് ഞാൻ വീട്ടിന്റെ ഗേറ്റിന് പുറത്തിറങ്ങുന്നത്. അപ്പോൾ പോയിട്ട് എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യണമല്ലോ, ചുമ്മാ പോയിട്ട് കാര്യമില്ല. അതിനോട് ചായ പിടിക്കാൻ. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ തവണ ഇലക്ഷൻ വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല, വോട്ടർ ലിസ്റ്റിൽ പേരില്ല എന്നാണ് പറഞ്ഞിരുന്നത്. ഇതോടെ പേരൊക്കെ ചേർത്ത് റെഡിയായാണ് ഇരിക്കുന്നത്. അതെ, നിർമ്മാണ ചെലവ് നിർമ്മാണ ചെലവ് കുറക്കുന്നതിന്റെ ഭാഗമായിട്ട് താരങ്ങൾ പ്രതിഫലം കുറക്കുന്ന എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടോ? നിർമ്മാണ ചെലവ് കുറക്കുന്നതിന്റെ ഭാഗമായിട്ടേ താരങ്ങൾ പ്രതിഫലം കുറക്കണം എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടോ? അഭിപ്രായമല്ലല്ലോ, അത് അവർ പറഞ്ഞിട്ടുണ്ടല്ലോ, കുറയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അമ്മ കോവിഡ് കഴിഞ്ഞപ്പോഴേ പറഞ്ഞിട്ടുണ്ടല്ലോ അവര് വേണ്ട വിട്ടുവീഴ്ച ചെയ്യാം. ഞങ്ങൾക്ക് ഈ പടത്തിലേക്ക് ഇവർ ഗംഭീര വിട്ടുവീഴ്ച ചെയ്ത് തന്നിട്ടുണ്ട്. അതാണ് ഉദ്ദേശിക്കുന്നത്. അത് ഓരോ പടത്തിനനുസരിച്ചല്ലേ, അത് അവരോടൊക്കെ ചോദിക്കുന്നത്. ഞങ്ങൾക്ക് അവർ വളരെ ഗംഭീരമായിട്ട് സഹകരിച്ചു തന്നിട്ടുണ്ട്. ഇതിലെ വേറെ പ്രശ്നം രാഷ്ട്രീയം പറയുന്നതുകൊണ്ട് താരങ്ങൾക്ക് അവസരം നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞൊരു വിവാദം ഉയർന്നു. കഴിഞ്ഞ ദിവസം കൃഷ്ണകുമാർ അത്തരത്തിലൊരു അഭിപ്രായം പറഞ്ഞു, തന്റെ മകൾക്ക് അവസരം നഷ്ടപ്പെടുന്നു. ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അങ്ങയുടെ? ഇല്ല, ശ്രദ്ധയിൽപ്പെട്ടില്ല. അങ്ങനെ ഉണ്ടാവുമെന്നും ഞാൻ കരുതുന്നില്ല. ഈ സിനിമാ താരങ്ങൾ സജീവമായിട്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നുണ്ട്. മമ്മൂക്ക ഇപ്പൊ വിശാലടി പരസ്യമായിട്ട് ഇറങ്ങി, ധർമ്മജൻ പരസ്യമായിട്ട് ഇറങ്ങി. ഈ സിനിമയിൽ അഭിനയവും രാഷ്ട്രീയം ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുമോ ഇവർക്ക്? അതിൽ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ചോദിച്ചിട്ടില്ല, അവിടെ ചോദിക്കാം. അല്ല, മമ്മൂക്കയുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ. സജീവമായി ചെയ്തിട്ടില്ലല്ലോ, പിന്നെ ഞാനെങ്ങനെ അറിയുന്നത്? ഞാനിപ്പോ അത് ചെയ്തിട്ടില്ലല്ലോ. അതിന് ഒറ്റ മറുപടിയിലുള്ളൂ. ഇവിടെ ഗണേഷ് കുമാറും മുകേഷും ഇന്നസെന്റും ഒക്കെ രാഷ്ട്രീയവും സിനിമ ഒരുമിച്ചല്ല കൊണ്ടുവന്ന് എനിക്ക് കണ്ടോണ്ടിരിക്കുന്നതൊക്കെ. നാളെ പിഷാരടിക്കും ധർമ്മജനും ഒക്കെ സംഭവിക്കും. നമുക്ക് എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്, ഓരോരുത്തർക്കും അവരുടേതായ രാഷ്ട്രീയമുണ്ട്. സിനിമയ്ക്കകത്ത് കലയിൽ ഞങ്ങൾ രാഷ്ട്രീയമില്ല. പ്രകടമായിട്ട് രാഷ്ട്രീയം നിലപാടെടുക്കുന്നതാണെന്നും ആ രാഷ്ട്രീയ നിലപാട് വർദ്ധിച്ചിട്ടില്ല. ഇത്തരം ചോദ്യം വരുമ്പോൾ എന്തുകൊണ്ടത് അതിനകത്ത് തുറന്നു പറയാൻ മടിക്കുന്നുള്ളൊരു ഞാൻ എന്തിനാ തുറന്നു പറയാൻ പഠിക്കാറ്? ഞാൻ തുറന്നു പറഞ്ഞിട്ടെന്നല്ലേ പറഞ്ഞത്. നിങ്ങൾ തന്നെ പറയുന്നു, പിന്നെ എന്താ പറയുന്നത്? ഞങ്ങൾ ചോദ്യം ഉന്നയിക്കുമ്പോൾ
നമുക്ക് വേണ്ടി ചോദിക്കാനുള്ള പ്രധാന കാരണം ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തും മമ്മൂട്ടി സ്ഥാനാർത്ഥിയായിരിക്കും എന്നാണ് പറയുന്നത്. ഞാൻ കാണാറുണ്ട്. ഞാൻ നിങ്ങൾ കാണാത്തല്ല, ഞാൻ അതിനോടൊന്നും പ്രതികരിക്കാറില്ല. എനിക്ക് അങ്ങനെ ഒരു സജീവ രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ള ആളല്ല. എന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയമാണ് ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് സിനിമ. ഈ തോടെ ഇലക്ഷൻ പ്രചരണത്തിനൊക്കെ ഇറങ്ങും മമ്മൂക്ക. നമ്മുടെ നാലൊക്കെ ഇരിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ ഇൻവെസ്റ്റ്മെന്റൊക്കെ മത്സരിച്ചപ്പോ മമ്മൂക്ക പോയിരുന്നു. ഒരു സംശയം, എന്റെ നേരത്തെ രാഷ്ട്രീയം പറയരുതെന്ന് പറഞ്ഞുകൊണ്ടാണോ നിങ്ങൾ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി അങ്ങനെയുള്ള സ്ഥാനാർത്ഥിയാകണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ ഇല്ല. ഈ വരുന്ന എല്ലാ തവണയും വരുന്ന പേരുകൾ മമ്മൂട്ടി മത്സരിക്കുമെന്ന് പറയുന്നത് വെറും കെട്ടുകഥകൾ മാത്രമാണ്. അതെനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്കറിയാവുന്നത് നിങ്ങളാണ് കിട്ടുന്നതെന്ന് അറിയൂടാ. എന്നോട് ആരും ചോദിച്ചിട്ടില്ല, ഞാൻ ആരോടും ചോദിച്ചില്ല. തൽക്കാലമില്ല. പിന്നെ ഭാവിയിൽ ഉണ്ടാവുമോ എന്നുള്ള ചോദ്യം ഉണ്ടാവുമെന്നറിയാം. എങ്ങനെ പ്രതീക്ഷിക്കും? അതിലെന്തിനാ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഞാൻ പ്രതീക്ഷിക്കുന്നത് തമിഴ്നാട്ടിലൊക്കെ സൂപ്പർ സ്റ്റാറുകളെല്ലാം രാഷ്ട്രീയത്തിലേക്ക് പോകാറുണ്ട്. മലയാളത്തിൽ കാണാറില്ല സ്വാഭാവികമായിട്ടും. അതെ, ഇവിടെ അങ്ങനെ കാണാൻ സാധ്യതയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നലെ ശ്രീനിവാസൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. 2020 ശ്രീനിവാസൻ ചേർന്നു. അപ്പൊ കൈരളി ടിവിയില് പിണറായി വിജയന്റെ ഒരു ഇന്റർവ്യൂ എടുക്കണമെന്ന് ആദ്യം ചട്ടം കിട്ടിയത് മമ്മൂക്കാനെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ശ്രീനിവാസനോട് ഇന്റർവ്യൂ എടുക്കാൻ പറഞ്ഞു. അപ്പൊ അതിന്റെ കാരണം കൈരളി ടിവിയിലെ ആളുകൾ പറഞ്ഞ മമ്മൂക്കായും പിണറായി വിജയനും കൂടെ ഒരുമിച്ചിരുന്നാൽ ഒരു മസൽ പിടുത്തമായി പോകും. അതുകൊണ്ട് ചിരിക്കാത്ത പിണറായി വിജയനാണ് അത്ര നാൾ ആളുകൾ കണ്ടത്. അതിന് എന്നെ ചുമതലപ്പെടുത്തി, എന്നെ എന്ന് വെച്ചാൽ ശ്രീനിവാസനെ ചുമതലപ്പെടുത്തിയെന്ന് പറഞ്ഞു. ശ്രീനിവാസനെ വെട്ടി തുറന്നതാണ്. ഒരു ചാനലിന്റെ ചെയർമാൻ കൂടെയാണ് താങ്കൾ. അത്തരം ഒരു സംഭവം വന്നപ്പോൾ അങ്ങനെയാണ് പ്രതികരിച്ചത്. ചാനലിൽ തന്നെ പറഞ്ഞു പിണറായി വിജയൻ ചിരിക്കാത്ത ഒരു മനുഷ്യനാണെന്ന്, താങ്കൾ പോലെ ഒരു ചെയർമാനായിരിക്കുന്ന സ്ഥാപനത്തിൽ എന്ന് പറഞ്ഞു. അദ്ദേഹത്തെ ചിരിപ്പിക്കാൻ ശ്രീനിവാസനെ 2015 ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുന്നു. അത്തരം ഒരു സംഭവത്തിൽ ശ്രീനിവാസൻ വലിയ പ്രസ്താവനയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യണം? അല്ല മമ്മൂക്കായാണ് ആദ്യം ഇന്റർവ്യൂ എടുക്കാൻ ഏൽപ്പിച്ചിരുന്നത്, അഭിമുഖം എടുക്കാൻ വേണ്ടി. ഞാനാണ് ചെയർമാൻ, എന്നെ ആരേൽപ്പിക്കുന്നത്? അപ്പൊ ശ്രീനിവാസൻ പറഞ്ഞ കള്ളമാണ് എന്ന പുതിയ ഉള്ളിയോട് ചോദിച്ചു. ഞാൻ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് എന്നും പറയാനോ? അദ്ദേഹത്തിന് എന്നും പറയാലോ? സത്യസന്ധമായ ഒരു തീരുമാനത്തിലല്ല ഇന്നലെ ശ്രീനിവാസൻ പറഞ്ഞിരിക്കുന്നത്. അല്ല, ചെയർമാനായ താങ്കൾ പോലും അറിയാതെയാണ് ഇങ്ങനെ ഒരു തീരുമാനം വന്നിരിക്കുന്നത്. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ ശ്രീനിവാസൻ നല്ല സുഹൃത്തുക്കളാണ്. വളരെ കാലമുണ്ട്. തെറ്റിക്കാൻ വേണ്ടി തന്നെയാണ് പറഞ്ഞത്. അപ്പൊ ഇതാണ് ഞാനത് കണ്ടില്ല. ഇന്നലെയല്ലേ നടന്നിട്ടുള്ളൂ. ഞാനത് കണ്ടില്ല. കാര്യം എടുത്തല്ലേ ഉള്ളൂ. സിനിമ അഭിനയം ആ ഒരു മേഖല ഒഴിച്ചാൽ വേറെ ഏത് മേഖലയിലേക്ക് എത്താനാണ്, അല്ലെങ്കിൽ അത് പരീക്ഷിക്കാനാണ് താല്പര്യപ്പെടുന്നത്? സംവിധാനമോ? ഇതൊന്നും നേരെ ആവട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള ആവട്ടെ. ഞാൻ അതിനല്ലേ ശ്രമിക്കുന്നത്. കോവിഡ് കാലഘട്ടത്തിൽ പ്രതിസന്ധി കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പ്രശ്നം താരങ്ങളുടെ മൃദുവിനെ സംബന്ധിച്ചാണ്. അപ്പോൾ മൃദുവിനെ കുറയ്ക്കണം എന്നുള്ളത് താരങ്ങൾക്ക് ആവശ്യപ്പെട്ടു, വാർത്താങ്ങൾക്ക് ആവശ്യപ്പെട്ടാണ്. ഇപ്പൊ ഇൻഡസ്ട്രിയുടെ ഒരു സാഹചര്യം എന്താണ്? അതിനുശേഷം പലരും പല രീതിയിൽ ഇത് സഹകരിക്കുന്നുണ്ട്. ചിലര് പുറത്ത് പറയാതെ തന്നെ, ശമ്പളം വാങ്ങിക്കാതെ തന്നെ അഭിനയിച്ചുള്ള പേരുണ്ട്. പലർക്കും കുറച്ചു നിങ്ങൾക്ക് അറിയാം. പോലീസ് അസോസിയേഷൻ നമ്മൾ ഡിബേറ്റ് തന്നവരൊക്കെ തന്നെ കുറച്ച് പ്രസ് മീറ്റ് അടുത്തേക്ക് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി മുന്നോട്ടുള്ള സാഹചര്യത്തിലും ഇവിടെ സംഭവിക്കുന്ന ഒരു പരസ്പര ധാരണയിലൊക്കെയാണ്. കാരണം വ്യവസായമൊക്കെ നോക്കി താരങ്ങളും ടെക്നീഷ്യൻസും പണം മുടക്കുന്നവരൊക്കെ സഹകരിച്ച് ചിലപ്പോൾ ഒരു സിനിമ ഒരുപാട് പടങ്ങളിലൂടെ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ പലരും പൈസ മേടിക്കുന്നത്, ടെക്നീഷ്യൻ മേടിക്കുന്നതല്ല, ആഫ്റ്റർ റിലീസ് അതിന് കിട്ടുന്ന ഷെയറൊക്കെ ഉൾപ്പെടെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ സിനിമ നമുക്ക് എങ്ങനെ സജീവമാക്കാം, അത് മാത്രമാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ. ഒരു കാര്യം ചോദിച്ചോട്ടെ, നമുക്ക് സിനിമയെ കുറിച്ച് തന്നെയാണ്. നമുക്ക് പറഞ്ഞ പുതിയ സിനിമയുടെ വർക്കുകൾ ഉൾപ്പെടെയുള്ളത് പുതിയ അതിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ സിനിമയാണെന്ന് നമുക്ക് പറയാം. പുതിയ സിനിമ വർക്കുകൾ പങ്കുവെക്കാവുന്ന കാര്യങ്ങൾ പറയാമോ? പുതിയ സിനിമ ചെയ്യുന്ന അമൽ നീരദിന്റെ സിനിമയാണ്. ആ സിനിമയുടെ പേര് പുറത്തു വന്നിട്ടുണ്ട്. ഭീഷ്മ പർവ്വം എന്നാണ് സിനിമയുടെ പേര്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ അടുത്ത ഒരു പുതിയ സംവിധായകരെ ഇന്നലെ അനൗൺസ് ചെയ്തിട്ടുള്ള പുഴു എന്ന് പറഞ്ഞ ടൈറ്റിലോടുകൂടി അതും പുതിയൊരാൾ കൂടെ അവസരം കൊടുക്കുകയാണ് അമൽ നീരദിന്റെ ശേഷം. അത് നല്ല കുറവുണ്ട്.
അതൊരു വനിതാ സംവിധായിക. വനിതാ സംവിധായകല്ല, സംവിധായിക. വൻ സിനിമയില് ഒരു മുഖ്യമന്ത്രിയുടെ റോളല്ലേ നമുക്ക് എടുക്കുന്നത്? ബാക്കിയുള്ള എന്തെങ്കിലും ചോദിച്ചു. അത് ഈ പിണറായി വിജയന്റെ ജീവിതമായിട്ടുള്ള ഒരു കഥയുണ്ടെന്നൊക്കെ നേരത്തെ പറഞ്ഞത്, പിന്നെ ഡയറക്ടറിന് അത് ഇല്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അത് എത്രമാത്രം പ്രതീക്ഷ വെക്കുന്നുണ്ട് നമുക്ക് സിനിമ? നമ്മളെല്ലാ സിനിമയിലും പ്രതീക്ഷ വെക്കുന്നുണ്ട്, ഇതിനകത്തുണ്ട്. അത് വരട്ടെ, വന്നിട്ട് നിങ്ങളല്ലേ തീരുമാനിക്കുന്നത്. മമ്മൂട്ടി ഒരു മുഖ്യമന്ത്രി ആയാൽ എന്തായിരിക്കും നാട്ടിൽ? മുഖ്യമന്ത്രി ആകാൻ ഒരു സാധ്യതയില്ല. എന്തെല്ലാം ഉട്ടോപ്പിയൻ ആഗ്രഹങ്ങൾ നമുക്കുണ്ട്. ഞാൻ ഏതായാലും ആവില്ല, പേടിക്കണ്ട. അപ്പൊ എല്ലാവരോടും ഒരിക്കലും കൂടി പറയാണ്, പ്രീസ്റ്റ് എന്ന് പറഞ്ഞ സിനിമ മാക്സിമം ഒരു പുതിയ സംവിധായകന്റെ സിനിമയാണ്, പുതിയ തരം സിനിമയാണ് ഈ സിനിമ. ഒരുപാട് പുതുമകൾ ഞങ്ങൾ ആഗ്രഹിച്ചു ചെയ്തിട്ടുണ്ട്. അത് അതിന്റെ പഠനങ്ങൾ കണ്ടതിന് ശേഷമായിരിക്കും അത് കുറച്ചുകൂടി വ്യക്തമാവുന്നത്. സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കും.